السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله حتى يأتيك اليقين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാനിൽ 30 ദിനരാത്രങ്ങളിലായി നാം അനുഷ്ഠിച്ചിരുന്ന നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഖിയാമുൽ ലൈലും ഒക്കെ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഈദുൽ ഫിത്റിന് കൂടി സാക്ഷികളാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും സുദിനത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ലിസ്വാഇമി ഫർഹതാൻ, ഒരു നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. വഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, അതിലൊരു സന്തോഷം ഈദുൽ ഫിത്റിന്റെ അഥവാ ഈ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് വേർപെട്ട് ഈ ഭൗതിക ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഈ ചുട്ടുകൊള്ളുന്ന പകലുകളിൽ, ഈ 30 ദിനരാത്രങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സഹോദര സമുദായ അംഗങ്ങൾ പോലും ചോദിച്ചു, ഈ 40 ഡിഗ്രി ചൂടുള്ള ഈ സമയത്ത് മുസ്ലിം വിശ്വാസി സമൂഹം എങ്ങനെയാണ് അവർ നോമ്പിനെ അഭിമുഖീകരിക്കുന്നത്? ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രതിസന്ധിയുമില്ലാതെ വിശ്വാസി സമൂഹം ഈ പരിശുദ്ധ റമളാനിന്റെ 29 ദിനരാത്രങ്ങൾ അല്ലാഹുവിന് വേണ്ടി നാം സമർപ്പിച്ചു. ഏറ്റവും വലിയ സന്തോഷം അതാണ് പ്രിയമുള്ളവരെ. സന്തോഷത്തിന്റെ മറ്റൊരു കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വലിതുക്മിലുൽ ഇദ്ദത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച ആ എണ്ണം നാം സമ്പൂർണ്ണമാക്കി. ഇന്നലത്തെ ശവ്വാലിന്റെ മാസപ്പിറവി ദർശിച്ചതോടുകൂടി നമുക്ക് 29 ദിനരാത്രങ്ങൾ പൂർണ്ണമായപ്പോ വലിതുക്മിലുൽ ഇദ്ദത, നമ്മുടെ എണ്ണം സമ്പൂർണ്ണമായി. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാന മൗലികമായ സത്ത ഏതാണ്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ആത്മാവ് വേർപെട്ടതിന് ശേഷമുള്ള മരണാനന്തരമായ ആ ലോകത്ത് നമ്മുടെ പേര് സ്വർഗത്തിന്റെ രജിസ്റ്ററുകളിൽ, സ്വർഗത്തിന്റെ ലിസ്റ്റുകളിൽ വരുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയെന്ന ഏറ്റവും മഹിതമായ, ഏറ്റവും സന്തോഷകരമായ ഒരു ആനന്ദമാണ് പ്രിയമുള്ളവരെ. നമ്മളോടൊപ്പം ഈ ഭൂമിയിലെ 800 കോടി മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ തിരിച്ചറിയുന്ന ഈ ആകാശ ലോകത്ത് നിന്ന് ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ സംവിധാനിച്ചവനാരാണോ, രാത്രിയിലെ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവനാരാണോ, ആ പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവിന്റെ മുന്നിൽ മാത്രമേ നമിക്കുവാൻ പാടുള്ളൂ. ആൾ ദൈവങ്ങളിലും ആൽത്താരകളിലും മഖ്ബറകളിലും ബീവിമാരിലും ഒന്നും നമ്മുടെ സുജൂദ്, നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കരുതെന്നും ആ അല്ലാഹുവിലേക്കുള്ള മാർഗമാണ് യഥാർത്ഥമായ മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് മുവഹ്ഹിദുകളാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെയും. അതിലാണ് ഏറ്റവും വലിയ ആനന്ദം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഹിദായത്ത് നൽകിയതിന്റെ പേരിലാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ വലിയവനാണ്, അല്ലാഹുവേ നീ വലിയവനാണ്, ദൈവം മഹാനാണ്. ദൈവം എന്ന് പറയുന്നത് പ്രവാചകന്മാരോ സൃഷ്ടികളോ ഭീതിമാരോ ഉമ്മമാരോ അല്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവാണ്. ആ സർവേശ്വരനായ ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കുന്നത്. ആ റബ്ബിനാണ് അല്ലാഹു അക്ബർ. ആ അല്ലാഹുവാണ് വലിയവൻ. ദൈവം വലിയവനാണവൻ. ഏകനായ റബ്ബ് മഹോന്നതനാണവൻ. ഓരോ സത്യവിശ്വാസികളും വിളിച്ചു പറയുകയാണ്, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നമ്മൾ ഈദ് മുസല്ലയിലേക്ക് വരുമ്പോ നമ്മൾ ശുക്റുള്ള ഹൃദയത്തിന്റെ ഉടമകളാണ്. കാരണം പരിശുദ്ധ റമദാൻ തുടങ്ങുന്നതിന് മുൻപ് ഈദ് മുസല്ലയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നവർ, രാത്രിയിലെ ഖിയാമുൽ ലൈൽ സജീവമാകാൻ ആഗ്രഹിച്ചിരുന്നവരിൽ പലരും പ്രിയമുള്ളവരെ മൺമറഞ്ഞ് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങിയപ്പോ 2024 ഈദുൽ ഫിത്റിൽ അല്ലാഹുവിന് വേണ്ടി തക്ബീറുകളും തൽബിയത്തും ചൊല്ലിക്കൊണ്ട് ഈദ് മുസല്ലയിൽ വന്ന് റബ്ബിനെ നമസ്കരിച്ചിട്ട് ഖുതുബ ശ്രവിക്കുവാനുള്ള ഈ അവസരം മഹാസൗഭാഗ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് പലരും കോവിഡ് മഹാമാരിയിലൂടെ 60 ലക്ഷം മനുഷ്യരാണ് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങിയത്. പക്ഷേ നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ശക്തി കൊണ്ടല്ല, അത്യുന്നതനായ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമിക്ക് മേളിൽ നാം സജീവമായി അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് സർവ്വതും അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, ദൈവം മഹാനാണ്, അല്ലാഹുവേ നീ വലിയവനാണ് എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ ചിന്താഗതികളുടെയും ഉള്ളിൽ നിന്ന് ദൃഢമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പെരുന്നാൾ ദിനത്തിൽ മന്ത്രധ്വനികളാകുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നാം ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 30 ദിനരാത്രങ്ങളിൽ നാം ആർജിച്ചെടുത്തത് കുറെ കർമ്മങ്ങൾ മാത്രമല്ല, ആ കർമ്മങ്ങൾക്കപ്പുറം തഖ്വയാണ്, ദൈവബോധമാണ്. എവിടെയും എന്റെ റബ്ബിനെ കാണുന്നുണ്ട്. എന്റെ കച്ചവടത്തിൽ, സഹോദര സമുദായ അംഗങ്ങളുമായിട്ടുള്ള ഇടപാടിൽ, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ രോഗികളായി കഴിയുന്ന എന്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ പരിചരിക്കേണ്ടതുണ്ട് എന്ന ആ തഖ്വയും ആ സൂക്ഷ്മതയുമാണ് ഈ റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ കൊണ്ട് നാം നേടിയെടുത്തത്. അത് ശവ്വാലിന്റെ മാസപ്പിറവി ദർശിക്കുന്നതോടുകൂടി നാം തേടിയെടുത്ത, നാം ആർജിച്ചെടുത്ത ഈ തഖ്വയുടെ ഇന്ധനം ചോർന്നു പോകരുത്. നാം നമ്മെ പരിശോധിക്കണം. ശവ്വാലിന്റെ മാസപ്പിറവി ദർശനം കഴിഞ്ഞത് മുതൽ നാം വാഹനം ഓടിക്കുമ്പോ മറ്റൊരാളെ ശല്യം ചെയ്തുകൊണ്ട് ഹോണടിക്കുന്ന തൊട്ടടുത്ത അയൽവാസി ഇന്ന വീടിന്റെ ശിഖരത്തിന്റെ അതിങ്ങോട്ടേക്ക് ചാഞ്ഞു എന്ന് പറയുമ്പോ ഞാനത് കുറിച്ചു തരാമെന്ന് സ്നേഹത്തോടു കൂടി പറയുമ്പോ, അതോ പഴയ കർക്കശത്തിലും പഴയ ഹാലത്തിലും പഴയ അഹന്തയിലുമാണോ നാം ഓരോരുത്തരും
ഓരോരുത്തരും നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ. തഖ്വ എന്ന് പറഞ്ഞാൽ, ദൈവബോധം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, എന്നെ എന്റെ റബ്ബ് കാണുന്നുണ്ട്, അവൻ എന്നെ വീക്ഷിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ സൂര്യനെ സംവിധാനിച്ച നാഥൻ, ഈ കത്തിജ്വലിക്കുന്ന പ്രകാശപൂരിതമാക്കിയ റബ്ബ് എന്നെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ്. ആ ബോധം എവിടം വരെ ഉണ്ടാകണം? റമദാനിൽ നാം നേടിയെടുത്ത തഖ്വയും നാം നേടിയെടുത്ത സൂക്ഷ്മതയും റമദാൻ കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മരണം സന്നിഹിതമാകുന്നത് വരെ നാം നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് വേർപെടുന്നത് വരെ, സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ നമ്മുടെ ഈ തഖ്വയും നമ്മുടെ ആരാധനകളും നമ്മുടെ ചൈതന്യവും നഷ്ടപ്പെട്ടു പോകാതെ നാം സൂക്ഷിക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഈദ് മുസല്ലയിലേക്ക് ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും നാം ഒത്തുകൂടുമ്പോഴും ഈ പരിശുദ്ധമായ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ, ഈദ് മുസല്ലയിലേക്ക് ഹാജരാകാൻ കഴിയാത്ത, കൂടാൻ കഴിയാത്ത, വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ രോഗങ്ങളുമായി കഴിയുന്ന ഉപ്പമാർ, ഉമ്മമാർ, കിടപ്പിൽ നിന്നും എണീക്കാൻ കഴിയില്ല. അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാർ, അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന മകൻ, അവരിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്ത രോഗങ്ങളും പ്രതിസന്ധികളുമായി കഴിയുന്നവരുണ്ട്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ RCCയിലും അതുപോലെ തന്നെ ക്യാൻസർ സെന്ററിലും ശ്രീചിത്രയിലുമൊക്കെ എത്രയോ സത്യവിശ്വാസികളാണ് തൊട്ടടുത്ത പള്ളിയിൽ പോയി എന്തെങ്കിലും കഴിച്ചുകൊണ്ട് 30 ദിനരാത്രങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ട് സ്വന്തം മക്കള് രോഗമായവർ, ഉമ്മ രോഗമായി കിടക്കുന്നവർ, ഉപ്പ രോഗമായി കിടക്കുന്നവർ, അല്ലാഹു അവർക്കൊക്കെയും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈദ് മുസല്ലയിൽ സന്തോഷത്തോടു കൂടി റബ്ബിനെ നാം മഹത്വപ്പെടുത്തുമ്പോഴും നാം ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്ന് 7000 കിലോമീറ്ററുകൾ അകലെയുള്ള ഫലസ്തീനിലെ ഗസയിലെ ചെറിയ മക്കൾ, നമ്മളുടെ കൈകളിൽ ഇരിക്കുന്ന നമ്മുടെ പൊന്നോമനകളെ നാം ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി പുതിയ പുതിയ കുപ്പായവും പുതിയ പുതിയ വസ്ത്രവും പുതിയ ഷൂവും ധരിപ്പിക്കുമ്പോ ആ പൊന്നുമക്കൾ പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഈദുൽ ഫിത്റിന് എന്റെ ഉമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്റെ ഉപ്പ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്റെ ഉപ്പ ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോയിട്ട് മോനേത് ടീഷർട്ട് വേണം, മോനേത് ജീൻസ് വേണം, മോൾക്കേത് ഫർദ വേണം എന്ന് ചോദിച്ചപ്പോ എന്റെ ഉപ്പ വാങ്ങിത്തരാനുണ്ടായിരുന്നു. ഇന്ന് 2024 ഈദുൽ ഫിത്റിൽ ആ 10,000 വരുന്ന പൊന്നുമക്കൾക്ക് അവരുടെ ഉപ്പയില്ല. പ്രിയമുള്ളവരെ, അവരുടെ ഉമ്മയില്ല. അവർക്ക് അന്നം കോരിക്കൊടുക്കാൻ ഈ പെരുന്നാളിൽ വളഞ്ഞിരുന്ന് കുടുംബവുമായി സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എന്റെ ഉപ്പ അല്ലാഹുവിന്റെ പരലോകത്തേക്കാണ്, എന്റെ ഉമ്മ പരലോകത്തേക്കാണ്. ഇല്ല, ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. എന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന ദൃഢമായ ബോധ്യം ചെറിയ മക്കൾക്ക് പോലുമുണ്ട്. അവർ അതിജീവനത്തിന്റെ പാതയിലാണ്. ഫലസ്തീനിലെ ഗസയിലെ ആ വിശ്വാസികൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നാം വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുമ്പോഴും പ്രിയമുള്ളവരെ, ഈ റമദാനിന്റെ പകലുകളിൽ ഉപരോധം ശക്തമായപ്പോ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ നാം ഭക്ഷണം കഴിച്ചിട്ട് നാം നമ്മുടെ ഭക്ഷണത്തിന്റെ വല്ലാത്ത ആധിക്യം കൊണ്ട്, വല്ലാതെ ക്ഷീണം കൊണ്ട് ഉറങ്ങുമ്പോ ഉറങ്ങാൻ കഴിയാതെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് നിവർത്തിയില്ലാതെ ബോധരഹിതരായി മരണപ്പെട്ടു പോയ അനേകായിരം മനുഷ്യർ ഫലസ്തീനിലെ ഗസയിലെ 2024 ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വം നൽകിയതിന്, നമുക്ക് സമാധാനം നൽകിയതിന്, ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്നതിന് അല്ലാഹുവിനെ നാം സ്തുതിക്കണം. പ്രിയമുള്ളവരെ, ഈ നിർഭയത്വം, ഈ അങ്ങ് നമ്മുടെ രാജ്യത്വം സംവിധാനിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നിർഭയത്വത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഒരു ഈദ് മുസല്ലയിലേക്ക് കടന്നു വരുമ്പോ ഒരു ചെറിയ മകൻ ഒരു ഭാഗത്തിരുന്ന് ഏങ്ങിക്കരയുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുട്ടുകുത്തി ഇരുന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ആ പൊന്നു മകൻ പറഞ്ഞു, എന്റെ ഉപ്പയും ഉമ്മയും ഇല്ല പ്രവാചകരെ, അവർക്കൊക്കെ പുതുവസ്ത്രമുണ്ട്, എനിക്ക് പുതുവസ്ത്രമില്ല. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആദരിപ്പിച്ചതിനു ശേഷം
ശേഷം ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൊന്നു മകനോട് പറഞ്ഞത്, മോനെ, ഇന്നു മുതൽ നിന്റെ ഉപ്പ അള്ളാഹുവിന്റെ റസൂലായ ഞാനാണ്, നിന്റെ ഉമ്മ എന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷയാണ്. പ്രിയമുള്ളവരെ, അനാഥകളെ ചേർത്ത് പിടിക്കുന്ന, അതോടൊപ്പം തന്നെ ഈ ഈദ് മുസല്ല കഴിഞ്ഞ് നാം പിരിഞ്ഞു പോകുമ്പോഴും ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ടത്, ആരാധനാ കർമ്മങ്ങൾക്കപ്പുറം, ജാതി മത ചിന്തകൾക്കപ്പുറം നമ്മുടെ ഫുട്പാത്തുകളിൽ, കടകമ്പോളങ്ങൾക്ക് സമീപം വിശന്നൊട്ടിയ മനുഷ്യരെ കാണാം. അന്നദാനം എന്ന് പറയുന്നത് വിശക്കുന്നവർക്കാണ്. എന്നാൽ ഇന്ന് സമൂഹം കൊടുക്കുന്നത്, ഈ അന്നദാനം കൊടുക്കുന്നത് വിശന്നൊട്ടിയ മനുഷ്യരാണോ? കച്ചവടം നഷ്ടപ്പെട്ട് ഏതൊക്കെയോ ട്രെയിനുകളിൽ കയറി തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ ഫുട്പാത്തിന്റെ ഭാഗങ്ങളിൽ അതുപോലെ ചാക്ക് വിരിച്ചു കൊടുത്തുറങ്ങുന്ന സഹോദരന്മാരുണ്ട്. അവർക്കൊരു കുപ്പിവെള്ളവും ഇത്തിരി ഭക്ഷണവും കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ അവർ ഭക്ഷണം കഴിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ 40 ഡിഗ്രി ചൂടുള്ള ഈ ചുട്ടുതോളുന്ന പകലുകളിൽ നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ നാം വെള്ളം കൊണ്ടുവെക്കുമ്പോ ചെറിയ ചെറിയ പക്ഷികൾ വന്ന്, കാക്കകൾ വന്ന് അത് കൊത്തിക്കുടിക്കുന്നത് കാണാം. റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവും പ്രിയമുള്ളവരെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു, അതെ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, വളരെ മോശമായ മനുഷ്യൻ, അയാൾ ഒരു യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം വെള്ളം ദാഹിച്ചിട്ട് ഒരു പൊട്ടക്കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അദ്ദേഹം വെള്ളം കുടിച്ച് തിരിച്ചു കയറുമ്പോ ഒരു നായ വെള്ളത്തിന് വേണ്ടി മരുഭൂമിയിൽ നാക്കിട്ടിഴക്കുന്നത് കണ്ടിട്ട് പിന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും ആ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഷൂ നിറയെ വെള്ളം കോരി പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് ആ നായക്ക് വെള്ളം കൊടുത്ത ആ അക്രമിയായ തെമ്മാടിയായ മനുഷ്യനെ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മാനവികമായ വിശ്വമാനവികതയുടെ കാരുണ്യത്തിന്റെ സുവിശേഷങ്ങൾ വിളിച്ചോതുന്ന ഈദുൽ ഫിത്തറിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളോട്, മറ്റ് സഹജീവികളോട്, സമസൃഷ്ടികളോട് കരുണയും സ്നേഹവും ഹൃദയാലുകൂടും കൂടി പെരുമാറുമ്പോഴാണ് ഇർഹമു മൻ ഫിൽ അർദ്, മനുഷ്യരെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമുക്ക് ജന്മം നൽകി നമ്മുടെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ്. കോവിഡാനന്തരം രോഗങ്ങളുമായി നമ്മുടെയൊക്കെ കീഴിലാണ് അവർ ജീവിക്കുന്നത്. അവർ പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകളുടെ പിന്നിൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകളും വല്ലാത്ത പെരുമാറ്റ വൈകല്യങ്ങളും ഉണ്ടാവും. കാരണം നമ്മുടെ നമസ്കാരത്തിലും നോമ്പിലും മാത്രമല്ല അല്ലാഹുവിനോടുള്ള സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ ഉപ്പ സ്വന്തം വീട്ടിൽ തന്നെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുമ്പോ അത് തുറച്ച് വൃത്തിയാക്കുവാനും ആ ഉപ്പയെ പരിചരിക്കുവാനും ഉമ്മയെ പരിചരിക്കുവാനും ഈദ് മുസല്ലയിലേക്ക് വരണമെന്ന് നമ്മുടെ ഉമ്മ നമ്മളോട് പറയുമ്പോ ഈ കിടപ്പിലായി നിങ്ങളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? പെരുന്നാളിന് കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹം പറയുമ്പോ, പോലെ എന്റെ ഒരു സഹോദരനുണ്ട്, അവൻ എറണാകുളത്താണ്, എനിക്കൊന്ന് കാണണം പോലെ എന്ന് പറയുമ്പോ ആ ഉമ്മയെ അവഗണിക്കാതെ കുടുംബ ബന്ധങ്ങൾ നമുക്ക് പുലർത്താൻ കഴിയണം, കുടുംബ ബന്ധങ്ങൾ നമുക്ക് ചേർക്കാൻ കഴിയണം പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന മരുമകളല്ല മകളാണെന്ന് തിരിച്ചറിവുണ്ടാകണം, മരുമകനല്ല മകനാണെന്ന് തിരിച്ചറിവുണ്ടാകണം. ഇന്ന് പല മുസ്ലിം ഭവനങ്ങളിലും കടന്നു വരുന്ന പെൺകുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ട്. അവസാനം അവർ ആത്മഹത്യയിലേക്ക് എടുത്തെറിയപ്പെടുന്നുണ്ട്. ഒരു വിശ്വാസി, ഒരു മുവഹിദിന്റെയും വീടിൽ, ഒരു ഭവനത്തിന്റെ ഉള്ളിൽ ഒരു സഹോദരിയും ഒരു മകളും ഒരു മകനും വിഷമിക്കേണ്ടി വരരുത്. സ്നേഹത്തോടു കൂടി പെരുമാറണം. കാരണം ഈ മതം എന്ന് പറയുന്നത് സ്ത്രീകളെ ആദരിക്കുന്ന മതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 3 പെൺമക്കളുണ്ട്. ആ 3 പെൺമക്കളെ നല്ല രൂപത്തിൽ വിവാഹം ചെയ്ത് പറഞ്ഞയച്ചാൽ നാളെ പരലോകത്ത് നിനക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ദീപശിഖയുമായി കടന്നു വരുമ്പോ മക്കയുടെ അവസ്ഥ എന്താണ്? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു കാലഘട്ടം. അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതരിച്ച വൈദൽ മൗഉദതു സുഇലത് ബിഅയി ദംബിൽ ഖുതിലത്, എന്ത് കാരണത്താലാണ് മോളെ നിന്റെ മാതാപിതാക്കൾ നിന്നെ കുഴിച്ചു കൂടപ്പെട്ടതെന്ന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുന്ന, ആ വിചാരണ ചെയ്യുന്ന ആ വചനം കേട്ടപ്പോ റസൂലിന്റെ മുന്നിലിരുന്ന ഒരു അറാബിയായ
ഗ്രാമീണനായ മനുഷ്യൻ ഏങ്ങിക്കരയുന്നത് കണ്ടിട്ട് റസൂല് ചോദിച്ചു, എന്താണ് ഞാൻ ഈ വചനം ഓതിയപ്പോ നിന്റെ കരച്ചിലിന്റെ പിന്നിൽ, നിന്റെ സങ്കടത്തിന്റെ പിന്നിൽ കാരണമെന്ന് ചോദിക്കുമ്പോ റസൂലേ, എന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, തൗഹീദിന്റെ ഈ ദീപശിഖയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ മകളെ ഞാൻ വീടിന്റെ ഉള്ളിൽ വളർത്തി. കാരണം ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ യാ അബൽ ഹിന്ദ്, ഒരു പെൺകുട്ടിയുടെ ഉപ്പ എന്ന് പറഞ്ഞ് അപമാനിക്കും. സമൂഹത്തിൽ മോശമായ ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ എന്റെ പൊന്നുമകളെ വീട്ടിന്റെ ഉള്ളിലേക്ക് വളർത്തി. അവൾ കളിക്കാനും ചാടാനും ഒക്കെ പ്രായമായപ്പോ പുറത്തേക്ക് കളിക്കാൻ തുടങ്ങി. അവസാനം എന്റെ മകളെയും കൂട്ടി ഞാൻ മരുഭൂമിയുടെ അങ്ങേ സ്ഥലത്ത് പോയി. ഞാൻ വലിയൊരു കുഴിയെടുത്തു പ്രവാചകരെ. ആ കുഴിയെടുക്കുമ്പോ വിയർപ്പ് കണങ്ങൾ എന്റെ നെറ്റിത്തടത്തിൽ പറ്റിയപ്പോ എന്റെ പൊന്നുമകൾ അതെല്ലാം തുടച്ചു നീക്കി. ഉപ്പയുടെ നെറ്റിത്തടത്തിലുള്ള വിയർപ്പ് കണങ്ങൾ തള്ളി തുടച്ചു നീക്കി. അതിനുശേഷം വലിയൊരു കുഴിയെടുത്തതിന് ശേഷം ഞാൻ എന്റെ മകളെ ആ കുഴിയുടെ അഗാധങ്ങളിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടി. ഇന്നും എന്റെ ശ്രവണപുടങ്ങളിൽ യാ അബി, ഏ ഉപ്പ എന്ന അലയൊലികൾ എന്റെ ഹൃദയത്തിൽ കേൾക്കുന്നത് പ്രവാചകരെ. നാളെ പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് പ്രിയമുള്ളവരെ ജാഹിലിയ്യ കാലത്തിൽ നിന്ന് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും ഒക്കെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളിലൂടെ നാം തഖ്വയുള്ളവരായി ഈ റമദാനിൽ നാം നേടിയെടുത്ത തഖ്വ ഈ ശവ്വാലിൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം നാം ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ആരാണ് നാം? ഇന്നമൽ മുഅ്മിനൂന, വിശ്വാസികൾ എന്ന് പറയുന്നത്, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും അവന്റെ ദൈവദൂതരിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മ ലം യർതാബു, അവർക്ക് പിന്നെ സംശയമില്ല. മരണാനന്തരം ഒരു ലോകമുണ്ടോ? ഖബറിലെ രക്ഷയും ശിക്ഷയുമുണ്ടോ? നാളെ പരലോകമുണ്ടോ? നാളെ പുനരുദ്ധാനം ഉണ്ടാകുമോ? സ്വർഗ നരകങ്ങൾ ഉണ്ടാകുമോ? ഇങ്ങനെ ഒരു സംശയം അവരുടെ ഹൃദയത്തിലില്ല. അവർക്ക് പിന്നെ സംശയമില്ല. ഒരു ദൃഢമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുട്ടുകൊള്ളുന്ന പകലുകളിലും അല്ലാഹുവിന് വേണ്ടി നാം ഉപവാസം അനുഷ്ഠിച്ചത്. നമ്മുടെ ധനത്തിന്റെ കണക്കനുസരിച്ച് നാം സകാത്ത് കൊടുത്തത്. ഇതൊക്കെയും നാളെ പരലോകമുണ്ട് എന്ന, പ്രപഞ്ചനാഥനുണ്ട് എന്ന ദൃഢമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിരന്തരം റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നിരന്തരം നാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ് മുസല്ലയിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളോട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പ്രവാചകന്റെ ഷാള് നിവർത്തിപ്പിടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനത്തിന് വേണ്ടി അന്ധവിശ്വാസങ്ങളിലും ഒരിക്കലും ജീവിക്കുന്ന മനുഷ്യർക്ക് വെളിച്ചത്തിന്റെ ലൈറ്റ് ഹൗസ് ആകുന്നതിന് വേണ്ടി, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിസ്വാർത്ഥമായ സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഷാൾ കൊടുത്തയച്ചു. അന്നത്തെ സ്ത്രീകൾ പോലും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തതായി പ്രവാചകന്റെ ഉദ്ധരണികളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാനിൽ നാം നേടിയെടുത്ത തഖ്വയും നാം നേടിയെടുത്ത സൂക്ഷ്മതയും നഷ്ടപ്പെട്ടു പോകരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബാദി ഖുവ്വത്തിൻ അൻകാസ, വളരെ പ്രയാസപ്പെട്ട് ശക്തമായ ഒരു വടം പോലുള്ള ഒരു കയറുണ്ടാക്കിയതിനു ശേഷം ആ നൂലുകളെ പൊട്ടിച്ചു കളഞ്ഞ, അഥവാ നമ്മൾ കേട്ടിട്ടുണ്ട്, നാരായണത്ത് പ്രാന്തൻ വലിയ വലിയ മലകളുടെ മേളിലേക്ക് പോയിട്ട് പാറകൾ ചുമന്നുകൊണ്ട് പോയിട്ട് അവസാനം അത് ഉരുട്ടിക്കളയുന്ന ഒരു ബുദ്ധിശൂന്യനായ മനുഷ്യനാകരുത്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ശക്തമായ നൂല് നൂറ്റതിന് ശേഷം അതിന്റെ പിരി ഉടച്ചു കളഞ്ഞ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. കാരണം ഈ റമദാനിന്റെ 30 ദിവസവും പ്രഭാത നമസ്കാരത്തിന് ജമാഅത്തിൽ നാം പങ്കെടുത്തവരായിരുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരായിരുന്നു. കുടുംബവും മക്കളുമായി വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ വായിച്ചവരായിരുന്നു. റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് എത്തുമ്പോ റമദാനിൽ നാം ശീലിച്ച ശീലങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. പ്രിയമുള്ളവരെ, റമദാനിൽ 30 ദിനങ്ങൾ നാം നോമ്പ് അനുഷ്ഠിച്ചു. ആ നോമ്പിന്റെ ശുദ്ധീകരണമാണ് നാം അനുഷ്ഠിച്ച ഫിത്ർ സക്കാത്ത്. അതുപോലെ തന്നെ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞാൽ ഇനി വരുന്ന 6 ദിവസം
ദിവസം ശവ്വാലിന്റെ 6 ദിവസമുള്ള സുന്നത്ത് നോമ്പ് 1 വർഷക്കാലം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ്. അത് നാം ഈ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് അതിനോട് നാം ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമകാലിക സാഹചര്യങ്ങൾ മാറി വരുന്നു. നാം ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിരന്തരം അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈദുൽ ഫിത്റിന്റെ ഈദ് മുസല്ലയിലേക്ക് വന്ന് അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് ഉയർത്തുകയാണ് റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനിന്റെ ബലഹീനത കൊണ്ട് ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ് റഹ്മാനെ. വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അവർക്ക് ശുദ്ധിയും സമാധാനവും ആശ്വാസവും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ വലിയ പ്രതീക്ഷയാണ് റഹ്മാനെ. ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾ അല്ലാഹുവേ ലഹരിയിലും കഞ്ചാവിലും MDMA-യിലും പെട്ടുപോകാതെ സമചിത്ത ബോധത്തോടെ ദൈവബോധമുള്ള നല്ല മക്കളായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവേ നമുക്ക് കൺകുളിർമ നൽകുന്ന മക്കളെ നാഥാ നീ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ നാടിന് സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, വർഗീയതയിൽ നിന്നും അനൈക്യങ്ങളിൽ നിന്നും ഭിന്നിപ്പിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമേ റഹ്മാനെ. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് പലരെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു നാടാണ്. ആ നാടിനെ അതേ രൂപത്തിൽ നിലനിർത്തണമേ റഹ്മാനെ. ബഹുസ്വരതയാണ് നമ്മുടെ നാടിന്റെ സൗരഭ്യം. ആ സൗന്ദര്യം നാഥ നിലനിർത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ഏത് അവസരത്തിലും നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന മുവഹിദുകളായി ഞങ്ങളെ ജീവിപ്പിക്കുകയും മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബ ഉച്ചരിച്ച് മരണപ്പെടുന്ന വിശ്വാസികൾ നാഥ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعتنا من النار، اللهم أعتنا من النار، اللهم أعتنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. സഹോദരങ്ങളെ, പരസ്പരം സന്തോഷം പങ്കുവെച്ച് നാം തിരിയണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.